നമ്മുടെ പുതുപ്പള്ളിയിലെ മണിയമ്പാടം കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്ക് മുന്നോടിയായിട്ട് കണ്ടം പൂട്ടുവാണ്. നിറയെ കൊക്കുകളാണ് ഇവിടെ. പല സൈസിലുള്ള കൊക്കുകളൊക്കെ ഉണ്ട്. നിറയെ കൊക്കാണ്. മീനൊക്കെ കിട്ടുമെന്നറിയാൻ വേണ്ടിയൊക്കെയാണ്, മീനൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കൂടുതലും കൊക്കുകൾ വന്നിരിക്കുന്നത്. മീനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ട്രാക്ടറിൻ്റെ ചുറ്റും ഇത്രയും കൊക്കുകൾ വന്നിങ്ങനെ ഇരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണത്. നമ്മുടെ ഈ മണിയമ്പാടത്ത് നടക്കുന്ന കൃഷിയെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന ചേട്ടൻ ഇവിടെയുണ്ട്. ആ ചേട്ടൻ കണ്ട് കൃഷിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഈ മണിയമ്പ്രപ്പാടം പോലെ സൗകര്യമുള്ളൊരു പാടശേഖരം വേറെ ഇല്ല. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ബാക്കി ക്രമീകരണങ്ങൾ, വെള്ളം പറ്റാനുള്ള സംവിധാനവും തോട് തെളിക്കാത്തത് മൂലം അശുദ്ധജലം തന്നെ കെട്ടിക്കിടന്നുമൊക്കെയാണ് കൃഷി പരാജയപ്പെട്ടു പോകുന്നത്. തോടുകൾ കൃത്യമായിട്ട് തെളിക്കുകയും നല്ല രീതിയിൽ കൃഷിയോഗ്യമായിട്ട് വെള്ളം കയറി ഇറങ്ങുകയും ചെയ്താലേ പാടത്ത് നെല്ലുണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് തൊഴിലുറപ്പുകാരെ കിട്ടുന്നുണ്ട്. നമുക്ക് സമയമുള്ള പ്രയോജനപ്പെടുന്ന സമയത്ത് തൊഴിലുറപ്പുകാർ നമ്മുടെ പാടത്ത് പണിയാൻ കിട്ടാറില്ല. മറ്റ് കീടങ്ങളും പാമ്പും എലിയും എല്ലാ സാധനവും പെരുകുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. ഈ കൃഷി ലാഭകരമാണോ ചേട്ടാ? സ്വന്തമായിട്ട് പണിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാം കൂലിച്ചെലവേ നോക്കിയാൽ ലാഭത്തിൽ ഒരിക്കലും എത്തിച്ചേരത്തില്ല. സ്വന്തമായിട്ട് ഞാൻ തന്നെ കിടന്ന് പണിയുമ്പോൾ ഒരു ദിവസം ഒരു 3 ആളുടെ പണി വെച്ച് മിനിമം ഇവിടെ കിടന്ന് പണിയും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തല്ലിക്കൂട്ടി പോയി. വേറൊരു പണിയില്ലാത്തതുകൊണ്ട് നടക്കുന്നത്. മറ്റു പണിയുള്ളവരെ സംബന്ധിച്ച് ഇത് കഷ്ടപ്പാടുള്ള പണിയാണ്, ആദായകരമുള്ള പരിപാടിയല്ല. ഈ ട്രാക്ടറൊക്കെ ഇപ്പോൾ വാടകയ്ക്ക് എടുക്കുന്നതല്ലോ? അതെല്ലാം ദിവസം വാടകയ്ക്ക് എടുത്തോണ്ട് വന്ന് നമ്മൾ ഡീസലും എടുത്ത് അവർക്ക് ചെലവുകാശും കൊടുത്ത് നമ്മൾ ജോലി ചെയ്യിക്കുന്ന. അപ്പോൾ ഈ അതിങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കാറുണ്ടോ? നഷ്ടമൊക്കെ സംഭവിക്കാറ്. ഇപ്പോൾ താന്ന് കിടക്കുന്നതിനൊക്കെ കയറ്റുന്ന കാശ്, ചെലവ് കാശ്, അവരുടെ ഭക്ഷണം ഇതെല്ലാം കൂടെ വരുമ്പം. പക്ഷേ ഇതെന്തെങ്കിലും ചെയ്യണ്ടേ? കണ്ട കൂടാതെ വിതയ്ക്കാൻ പറ്റിയല്ല. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. സർക്കാർ ചെറിയ രീതിക്കുള്ള സബ്സിഡികളുണ്ട്. അതുകൊണ്ട് പോകത്തില്ലല്ലോ. പണിയാൻ ആളില്ല. കണ്ടത്തിൽ പണിയാൻ ഒരു മനുഷ്യൻ, ആണുങ്ങളും ഇല്ല പെണ്ണുങ്ങളും ഇല്ല കണ്ടത്തിൽ പണിയാൻ. സ്വന്തമായിട്ട് കിടന്ന് പണിയുന്നോണ്ട് കിടന്ന് പണിയാ. എൻ്റെ വീട് പരിപ്പില. അനിയനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ കൂടിയാ പണിയൊക്കെ ചെയ്യുന്നത്. അവൻ അപ്പുറത്ത് ചാലി തെളിക്കുന്നുണ്ട് മേളിൽ. അപ്പം ലാഭമാണോന്ന് ചോദിച്ചാൽ ലാഭമല്ല. പക്ഷെ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ മനസ്സുള്ളതുകൊണ്ട് ചെയ്യുന്നു. നമ്മുടെ ജോലിക്കാശ് കൈ കിട്ടുമ്പം അത് ലാഭമാണ്. കൂലിപ്പണിക്ക് പോകാത്ത നമുക്ക് പണി ചെയ്യുന്ന കാശ് നമ്മുടെ കിട്ടും. അതാണ് മെച്ചം. ഇടയ്ക്ക് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അമിതമായ ഇപ്പം കഴിഞ്ഞ ദിവസം കൊയ്ത്തു വന്നു. കണ്ടത്തിലുണ്ടായ നെല്ലിൻ്റെ 1/3 പോലും നമുക്ക് പ്രയോജനകരമായ രീതിയിൽ കൈ കിട്ടിയില്ല. വീണ്ടും തല്ലിയും കിളുത്തും പോയി. കൊയ്യാൻ ആളില്ലാതെ വന്നു, നെല്ലെടുക്കാൻ ആളില്ലാതെ വന്നു. പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് 22 ദിവസം കഴിഞ്ഞിട്ടാണ് നെല്ല് കയറ്റിക്കൊണ്ടുപോയത്. 15 കിലോ കിഴുവിന്, ഒരു കിൻഡലിന് 15 കിലോ കിഴുവിന് നെല്ല് കൊടുത്തത്. അതുവരെ നെല്ല് മറിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്ത കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതൊന്നും ലാഭകരമൊന്നുമല്ല. പിന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നു. വേറെ എന്നാ മാർഗം? കണ്ടെത്തി നടക്കുന്ന കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചേട്ടൻ ഇപ്പം നമ്മളോട് പറഞ്ഞത്. വളരെ ദയനീയമായ ഒരു കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചേട്ടൻ പറഞ്ഞത്. കൃഷി ലാഭകരമാണോ നഷ്ടമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആ ചേട്ടൻ നമുക്ക് വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരികയുണ്ടായി. ഒരു വണ്ടി താന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ ചേറിൻ്റെ അകത്ത് ട്രാക്ടർ ഒരെണ്ണം താന്നു പോയി. അവരത് കരയിലേക്ക് മറ്റേ ട്രാക്ടർ വെച്ച് കെട്ടി വലിക്കാൻ വേണ്ടി പോവുകയാണ്.